ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടേൻ്റെയും കല്യാണിൻ്റെയും ആനിവേഴ്സറി ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഒരു കുഞ്ഞ് ഫംഗ്ഷനാണ് കേട്ടോ. ഇപ്പം ഞങ്ങളെ വീട്ടിലുള്ളവരും അതുപോലെ എൻ്റെ വീട്ടിലുള്ളവരും കല്യാണിയുടെ വീട്ടിലുള്ളവരും പിന്നെ കുറച്ച് കസിൻസും ഇത്രയും പേരടങ്ങുന്ന ഒരു കുഞ്ഞു ഫംഗ്ഷനാണ്. പക്ഷേ നമ്മൾ കുഞ്ഞിതാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈവനിങ് ആണ് ഫംഗ്ഷൻ. ഞാൻ അതിൻ്റെ മുമ്പ് ഒരു ചായയൊക്കെ കുടിക്കാൻ കേട്ടോ ഗൈസ്. കണ്ടോ ഉറങ്ങി എണീറ്റ കോലുണ്ട്. ക്ലീനിങ്ങിലായിരുന്നു എല്ലാവരും, നല്ല മുടിഞ്ഞ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ഇതാ കല്യാണി വന്നിരിക്കുന്നു, അച്ഛനും അമ്മയും എല്ലാവരും സൈഡാണ്. എല്ലാവരും ഈവനിങ് ഒക്കെ ആകുമ്പോൾ എത്തുള്ളൂ. അപ്പം അതിൻ്റെ മുമ്പുള്ള കുറച്ച് പോർഷൻസൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇളയമ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇളയമേൻ്റെ വീട്ടിൽ തൈപ്പൂയത്തിന് പോയതായിരുന്നു. അപ്പോൾ പോയിട്ട് ഇതാ ഷെഡബടേന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇത്ത ഭയങ്കര വർക്കിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബറാക്ക ഇവൻസിനെയാണ് ഇപ്രാവശ്യം ഇവൻറ്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. തുമ്മീൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് ഡെക്കറേഷൻ എവിടെ നിന്നാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബറാക്ക ഇവൻറ്റ്സ് നമ്മുടെ ഇത്ത തന്നെയാണ് ഇപ്രാവശ്യത്തതും. അതുപോലെ തന്നെ കേട്ടോ ഇതൊക്കെയാണ് വർക്ക്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവിടുന്ന് പിക്സും കേക്ക് കട്ടിങ്ങും ഒക്കെ അവിടെ തന്നെ, ഫുഡൊക്കെ ഉള്ളത് തന്നെ, കാരണം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ആനിവേഴ്സറി വിഷസ് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഒരുപാട് പേര് കുറേ എൻക്വയറി ചെയ്തിട്ടുണ്ട്. കല്യാണിയുടെ സാരി എവിടെ നിന്നാണ്, എൻ്റെ ലിങ്ക് അയക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയല്ലേ ഇവരുടെ ഇവൻ്റ്, ഒരു രക്ഷയില്ല കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, എത്രയും അടിപൊളിയാണ്. പിന്നെ ഇന്നത്തെ പിക്ചറിൻ്റെ എല്ലാ ക്രെഡിറ്റൊക്കെ എനിക്കും മണിയേട്ടനൊക്കെ തന്നോളുണ്ട്. അതുപോലെ തന്നെ വീഡിയോ എടുത്തത് കൂടുതലും അശ്വിനിയൊക്കെയാണ്. അശ്വിനി അപ്പു ഒക്കെ എടുത്തിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും കൂടെ തന്നെ തട്ടിപ്പിച്ചൊരു കുഞ്ഞു പരിപാടിയാണ് കേട്ടോ. ഓക്കെ, കണ്ടോ ക്ലീനിങ്ങിന് ശേഷം ഇത് ഇങ്ങനെയൊക്കെയാണ്. കാരണം നമ്മൾ പരിപാടി ഉണ്ടാകുമ്പോൾ ഒരു 1.5 ക്ലീനിങ് ആയിരുന്നു കേട്ടോ പ്രാവശ്യം. കാരണം അല്ലും തുമ്പിയൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് എപ്പോഴും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഇതാ ലാസ്റ്റ് ഒരു ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത്ത ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഇത്ത, എപ്പോഴും പറയുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി കേക്ക് വരണം, കേക്കും കൂടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കേക്ക് നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ കഫേ അൽബാസിയോയിലാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. പേജ് ഞാൻ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, നിങ്ങൾ പോയി നോക്കൂ. കുറേ സ്ഥലത്ത് ബ്രാഞ്ചസ് ഉണ്ട്. സോ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവൻറ്റിനൊക്കെ ധൈര്യപൂർവ്വം അവരെ ഏൽപ്പിക്കാം. അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞ അതേ മോഡൽ അതേപോലെ തന്നെ അവർ ചെയ്തു തരും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളത് തുമ്പീൻ്റെ ഒക്കെ കേക്ക് ആണെങ്കിലൊക്കെ അവിടെ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, തുമ്പീൻ്റെ അല്ലുട്ടൻ്റെ ബർത്ത്ഡേക്കൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഈ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ എപ്പോഴും ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാറ്. അങ്ങനെ തുമ്പീനെ അതാ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പിറന്നാളിന് അപ്പുമാമൻ തുമ്പിക്ക് വാങ്ങിച്ചു കൊടുത്ത സംഭവമാണ് കേട്ടോ. ഡ്രസ്സും ആക്സസറീസും എല്ലാം അപ്പൂൻ്റെ വകയാണ്. കണ്ടോ അച്ഛൻ പിന്നെ റെഡിയായ വേഗം മുമ്പിൽ വന്നിരുന്നോളൂ കേട്ടോ. ഇതാ നമ്മളെ കേക്കിൻ്റെ ചേട്ടന്മാർ എത്തിയിട്ടുണ്ട്, അവരെന്നെ സെറ്റ് ചെയ്ത് തരികയാണ് കേട്ടോ. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു കേക്ക് കൂടെ ഉണ്ട്, കല്യാണീൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നൊരു കേക്കും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ അവിടെ സെറ്റ് ചെയ്താൽ ഇവിടുത്തെ ഡെക്കറേഷൻ്റെ ഏരിയ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇതൊക്കെയാണ് ഈ ഒരു ഡെക്കറിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് കേക്ക് ആണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും ഒക്കെ ഭയങ്കരമായി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം എന്താ, നമ്മൾ അറിയണമല്ലോ. എല്ലാവരും എത്തി കേട്ടോ. ഇനി റീനമ്മയും അപ്പും ആര്യയും കൂടെ എത്താനുള്ളൂ, അവരെ വെയിറ്റ് ചെയ്യാണ്. അമ്മയ്ക്ക് ജോലി കഴിഞ്ഞിട്ട് അമ്മ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയാണല്ലോ ചെയ്യണത്. അപ്പോൾ ഇത് അവർ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. ആര്യ കണ്ടോ, കണ്ടപ്പോൾ എന്നെ പോലെ മേരി അത് തുമ്പിനെ കണ്ടപ്പോൾ ഇത് ഷെഡബടിയെന്നാണ് ഓടിപ്പോണത്. അമ്മ അത് അല്ലൂട്ടിനടുത്ത് പോകണം. അത് എപ്പോഴും അങ്ങനെ കേട്ടോ. ആര്യ ഓടി തുമ്പിൻ്റെ അടുത്തെത്തും, അമ്മ ഓടി അല്ലൂട്ടിൻ്റെ അടുത്തെത്തും. അത് എപ്പോഴും അങ്ങനെയാണ്. പിന്നെ ആ തുമ്പിയാണെങ്കിൽ ഇപ്പോൾ ആരടുത്തും പോലെ കേട്ടോ. പക്ഷേ ആര്യനെ കണ്ടാൽ പിന്നെ അവിടെ ഒട്ടിക്കോളും, പിന്നെ ആരടുത്തേക്കും ഇല്ല, അങ്ങനെ കേട്ടോ. അപ്പോൾ കണ്ടോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ വീട്ടിൽ നിന്ന് അമ്മയും അപ്പും ആര്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വീട്ടിലുള്ളവരും പിന്നെ ആര്യൻ്റെ കല്യാണീൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും, ഇത്രയും ആൾക്കാരാണ് ഉള്ളത് കേട്ടോ. കല്യാണീൻ്റെ കട്ടേൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ തോന്നും അയ്യോ ഈ കളറും ഡ്രസ്സ് ഉണ്ടാവുമെന്ന്, പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരുങ്ങി വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മുടി അഴിച്ചിട്ട് കേട്ടോ. കാരണം അത് എപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ, മുടി കെട്ടിയിട്ടൊക്കെ വരും, പക്ഷേ കുറേ കഴിയുമ്പോൾ ഫോട്ടോ ഒക്കെ അയ്യ ഇത് രസമല്ല എന്നുണ്ട് പിന്നെയും അടുത്ത പോലെ ഫ്രീ ഹെയർ തന്നെ ചെയ്തിട്ടു കേട്ടോ. ഇവരെന്തൊക്കെയോ കത്തി അടിക്കുകയാണ് ഗേസ്, കണ്ടോ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഉണ്ടോ അച്ഛൻ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഇങ്ങനെ എന്താ പറയുക അറിയാണ്ട് ഇങ്ങനെ നിൽക്കേണ്ട, അല്ല കേട്ടോ, അച്ഛൻ ഭയങ്കര പോസിങ്ങാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ പിള്ളേരും റെഡി. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഇങ്ങനെ അതാ കേക്ക് കട്ടിയാണ്.
ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ, കേക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക, പക്ഷേ എൻ്റെ അല്ലൂട്ട മാത്രം ഉണ്ട് കൈയടിക്കുന്നത് കേട്ടോ. അത് കണ്ടിട്ടാണ് പിന്നെ ബാക്കി എല്ലാവരും കൈയടിക്കാൻ തുടങ്ങിയത്. പിന്നെ അല്ലൂന് കേക്ക് കട്ട് ചെയ്യാന്നുള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എന്താണെങ്കിലും അവൻ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇത് കല്യാണീൻ്റെ ബർത്ത്ഡേ എന്നാണ് അവൻ്റെ വിചാരം കേട്ടോ. എന്നാലും എനിക്ക് പിന്നെ കല്യാണീൻ്റെ കട്ടേനും ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ അവർ ആ ഡ്രസ്സും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കല്യാണിൻ്റെ അച്ഛനും അമ്മയും കേട്ടോ. അത് കല്യാണിൻ്റെ ആപ്പൻ്റെ മോനാണ്. ആപ്പനെന്ന് വെച്ചാൽ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് അപ്പുറത്തുള്ളത്. പിന്നെ ഇവിടെ തന്നെ ഞങ്ങളുള്ളൂ, വയസ്സായിട്ടല്ലാത്തൊരു മിസ്സിങ്ങനെ കേട്ടോ. എനിക്ക് പ്രത്യേകിച്ചു കാരണം ഇതിപ്പോൾ ഗൾഫുകാരെ ഭാര്യമാർക്കും അതുപോലെ പട്ടാളക്കാരെ ഭാര്യമാർക്കും അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാർക്കൊക്കെ നല്ല അനുഭവമായിരിക്കും. എല്ലാ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കെട്ടിയും കൂടെ ഉണ്ടാവില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഹെവി മിസ്സിങ് ആണ്. ഏട്ടനറിയില്ല, ഏട്ടൻ ഈ മന്ത് ലീവ് ശരിക്കും ഇവർക്ക് ലീവ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ അപ്പോൾ വരുമായിരുന്നു. പക്ഷെ അത് നേരത്തെ ഏട്ടൻ വന്നു പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ മന്ത് ലീവ് ഇട്ടില്ല, നെക്സ്റ്റ് മന്ത് ആവണം, ഫെബ്രുവരിയിലാണ് ലീവ് വരുള്ളൂ. അങ്ങനെ അപ്പം ഏട്ടനൊരു ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തുമ്പിക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞങ്ങൾ അവളെ കൊണ്ടും കേക്ക് കട്ടിച്ചു. അവളുടെ സന്തോഷമില്ല ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്ച്ച് അവിടെ നിന്ന് കഴിക്കുക കേട്ടോ. എനിക്ക് അവളുടെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുമ്പിയുടെ. തുമ്പിക്ക് ഇപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കുറേ ഉടുപ്പുകളുണ്ട്, പക്ഷേ ഞങ്ങൾ എവിടെ ഇടാൻ ഞങ്ങൾക്ക് ചാൻസ് കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ചാൻസൊക്കെ ഞങ്ങൾ നന്നായി മുതലെടുക്കും. ഓക്കെ, പിന്നെ എൻ്റെ ടോപ്പ് ഞാൻ ശോഭിക എന്നാണ് വാങ്ങിച്ചത്. ഓൾവേസ് എൻ്റെ തറവാട് ശോഭിക കാലിക്കറ്റ് വെഡ്ഡിങ് മോൾ കേട്ടോ. അപ്പം അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഡ്രസ്സും കല്യാണി അവിടെ തന്നെയാണ് മേടിച്ചത്. കട്ടയും അവിടെ തന്നെ മേടിച്ചു കേട്ടോ. നമ്മളെല്ലാവരും അവിടെ നിന്നാണ് കോസ്റ്റ്യൂം എടുത്തത്. പിന്നെ അതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ അവർ. ചില വീഡിയോസ് ഈ റേഷ്യോയിൽ കാണുന്ന വേറൊന്നുമല്ല, റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ അതും കൂടെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും ഊട്ടുകയാണ്. പക്ഷേ കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ ഒപ്പിച്ചിരിക്കണം, അത് അവൻ്റെ ഒരു ശീലമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്ക് അവർ കട്ട് ചെയ്തു. അപ്പം കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും എന്താണ് കുഞ്ഞി പരിപാടി, പക്ഷേ ഹമ്പിളായിരുന്നു, ഭയങ്കര എനിക്കിഷ്ടമായി. ഇത് നമ്മുടെ ആസ്ഥാന കേക്ക് കട്ടിങ് ടീമാണ് കേട്ടോ. ഇത് തുമ്പിൻ്റെ ബർത്ത്ഡേ, അല്ലുവിൻ്റെ ബർത്ത്ഡേ, ഇനി എന്ത് ഫംഗ്ഷൻ ഉണ്ടല്ലോ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേക്ക് കട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ മണിയേട്ടനും കാന്തനും അത് ഏറ്റെടുത്തതാട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ തുമ്പി മാമൻ്റെയും മാമീൻ്റെ അടുത്തെത്തി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൂൻ്റെ അടുത്ത് ഉള്ളതിനേക്കാൾ ഓൾ ആര്യമായിട്ടാണ് അറ്റാച്ച്ഡ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വഴിയേ വരും കേട്ടോ ഇനി വീഡിയോസ് എല്ലാം. ഇനി ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സെഗ്മെൻ്റാണ് കേട്ടോ. അപ്പം ആര്യയും അപ്പവും കൂടെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. എന്നാൽ പിന്നെ റീനമ്മയും വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാണ്. പക്ഷേ വൈശാട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, വൈശാട്ടനും കൂടെ വേണമായിരുന്നു. ഓക്കെ, പിന്നെ കല്യാണീൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കുന്ന സെക്ഷൻസാണ് ഉള്ളത്. ഇത് ഞങ്ങൾ കണ്ടോ, തുമ്മിനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഞാനും അല്ലൂട്ടറും കൂടെയാണ് പിന്നെ കൊടുത്തത്. പിന്നെ അച്ഛനും അമ്മയും കൊടുക്കുന്നു. സംഭവം ഞാനിവിടെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ തിരക്കായതുകൊണ്ട്, ഞാൻ അങ്ങനെ ഒരു ക്യാമറമാൻ ആയതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ സമയം കൊണ്ട് ഉള്ളുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ പുറത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കണ്ടോ. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫുഡ് കഴിച്ചു. ബിരിയാണിയും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു ഫുഡ്. അമ്മ അല്ലൂട്ടനെ ഓടി നടന്ന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആര്യ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇവിടെ നിന്നോ കത്തിയടിക്കുന്നുണ്ട്. അല്ലൂട്ടൻ അമ്മ ഒളിച്ച് കളിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുക. അത് അമ്മമ്മേൻ്റെ കൂടെ കളിക്കുകയാണ്. ഇവന് പാൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പാൻറ്റ് ഇല്ലാതെ പറ്റില്ല കേട്ടോ പരിപാടിക്ക്. എനിക്കാണ് ട്രൗസർ ഇടുന്ന ഇഷ്ടം കുട്ടികൾ, പക്ഷേ അവനെന്ത് ചെയ്യാൻ, അവനതാണ് ഇഷ്ടം. കണ്ടോ, ഇപ്പോൾ അമ്മമ്മേനെ തപ്പാൻ വേണ്ടി പോവുകയാണേ. അമ്മ എവിടെയോ ഭയങ്കരമായിട്ട് വിളിച്ചിരുന്നിട്ടുണ്ട് ഗൈസ്. കണ്ട, ഇത് വലിയൊരു ടാസ്ക്കാണ്. അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അമ്മയായിക്കോളും, അങ്ങനെ ഒരു സമാധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം അച്ഛനൊക്കെ നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അത് കട്ടയ്ക്ക് കാലിന് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു, ഒന്ന് ഞങ്ങളെ ക്ലീനിങ്ങിനിടയിൽ പറ്റിയതാണ്. എവിടെയോ ഒന്ന് അടിയിൽ പിടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടുള്ള വേദനയാണ് കേട്ടോ. പിന്നെ ഇവർ നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു കണ്ടോ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ശരിയാ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ. അപ്പോൾ ഞാനാണെങ്കിൽ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് മടുത്തത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അയാളൊക്കെ കല്യാണീൻ്റെ നെയ്ബറാണ് കേട്ടോ. മോള് അവരുടെ ഒരു വീട്ടിലും കൂടിയേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ലൂട്ടനെയും കൊണ്ട് അമ്മ പിന്നെയും ഓടി നടന്ന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. 13 ഫോൺ നമ്പർ ആയിട്ടാണത്. ഓ ഇന്റെ മക്കളെ, ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ചെറിയച്ഛനും ഓരേ നോക്കി കുട്ടി കണ്ടോട്ടെ വെച്ചിട്ടല്ലേ ഓടിക്കണേ. ഓരോ പോയി വിളിക്കുന്നത് അപ്പോൾ കല്യാണീൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇറങ്ങിയവർ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം, നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അമ്മയ്ക്കും ആര്യയ്ക്കും അപ്പൂനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എല്ലാവരും ഇറങ്ങി.
പിന്നെ ഫ്രെയിമിൽ അച്ചച്ചനും തുമ്പിയായിരുന്നു കേട്ടോ. അച്ചച്ചനും തുമ്പിയും കുറേ നേരം കളിച്ച് ഇങ്ങനെ ഇതാ കണ്ടോ. ഒരു രണ്ടാളും കൂടിയാൽ പിന്നെ നല്ല രസമാണ്. ഒക്കെ അച്ചച്ചൻ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. പിന്നെ എൻ്റെ 2 സ്വത്തുമണികൾ ഇതാ വരുന്നുണ്ട് കണ്ടോ. പിന്നെ തുമ്പി വേഗം ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് പിന്നെ അവള് എന്താ പറയുക, ഇതാണ് അവളുടെ ഇഷ്ടപ്പെട്ടൊരു വേഷം കേട്ടോ. ഇതിങ്ങനെ നടക്കുന്ന അവൾക്ക് ഇഷ്ടം. അല്ലൂട്ടനാണെങ്കിൽ കിട്ടുന്നിടം വെച്ചിട്ട് ഓളെ എടുക്കാൻ നോക്കും. നമുക്ക് അത് കുറച്ച് നേരമൊക്കെ അവൾക്ക് ഇഷ്ടമാണ്, പിന്നെ അത് ഇഷ്ടമാവില്ല കേട്ടോ. ഇങ്ങനെ പിടിച്ച് നടക്കാനാണ് അവൾക്ക് ഇഷ്ടം. പിടിക്കാണ്ട് നടക്കും കേട്ടോ, ഒരു 4-5 അടിയൊക്കെ നടക്കും, പിന്നെ അവിടെ ഇരിക്കും. മടിച്ചിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ കിട്ടിയതൊക്കെ തന്നെ തുമ്പീൻ്റെ വായിലും കുറച്ചൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം തുമ്പീനെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഇരുത്താൻ ഭയങ്കര പാടാണ്. അല്ലുവിന് കൊടുക്കുന്ന സമയത്ത് കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പം അങ്ങനെ അല്ലുവിനും കുറച്ച് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും തന്നു. ഞങ്ങൾ ടേസ്റ്റ് നോക്കി കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ പിന്നെ മാത്രമല്ല, അമ്മേനെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അമ്മ വാരിത്തരും. അച്ഛനുള്ളപ്പോൾ അച്ഛൻ ചോദിക്കാതെ നീയാണ് ഈ കുട്ടികളെ വഷളാക്കുന്നത്, ഇത്രയും വലുതായിട്ട് വാരി കൊടുക്കണം. അച്ഛനും അച്ഛനൊക്കെ ചീത്ത പറയും, എന്നാലും അമ്മ വാരിത്തരും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആയിരിക്കും കൊടുത്തത്, അപ്പോൾ എല്ലാവർക്കും കിട്ടി. ഓക്കെ, അങ്ങനെ അപ്പോൾ അതാ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന അശ്വിനിക്കും കൊടുക്കാൻ പോകണം അമ്മ. അങ്ങനെ ഇതാ ഇവരെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഞങ്ങൾ കഴിക്കാറില്ല. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഉണ്ടോ തുമ്പിപ്പെണ്ണ് അവളുണ്ടാകുമ്പോൾ ആരും ഉണ്ടാകുമ്പോൾ എനിക്ക് കുറേ ആശ്വാസം കേട്ടോ. കാരണം അവളടുത്ത് തന്നെ അവൾ പിന്നെ ആരടുത്ത് പോവില്ല. ഇപ്പം ആരടുത്തും പോകണില്ല. ഞാൻ ആകെ പെട്ട് ഗൈസ്. അല്ലൂട്ടൻ പോലെ അല്ലൂട്ടൻ അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വേണമെന്ന് യാതൊരു വിധം നിർബന്ധമില്ലാത്ത കുട്ടിയായിരുന്നു. അച്ഛനോ അച്ഛമ്മയോ അച്ഛച്ചനോ ആരെടുത്താലും ഓരോ കൂടെ പോയിക്കോളൂ. പക്ഷേ തുമ്പി അങ്ങനെയല്ല, എന്നിട്ട് നന്നായി പാടുപെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കട്ടയുടെ ഫ്രണ്ടും വൈഫൊക്കെ എത്തിയത്, അഞ്ചു ഇവമോളും ഒക്കെ എത്തിയത് കേട്ടോ. അപ്പം ഇവരെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അപ്പവും ആര്യയും അമ്മയൊക്കെ പോയിട്ടോ. ഇനി കുറച്ച് നേരം ഇതും കൂടെ കഴിഞ്ഞിട്ടൊക്കെ വേണം കിടക്കാൻ വേണ്ടി. അച്ഛൻ സൈഡായിട്ടോ, പാച്ചച്ഛൻ സൈഡായി, അതുപോലെ തന്നെ അമ്മയകത്ത് പോയി സൈഡായി, എല്ലാവരും സൈഡായി. ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ. ഇനി ഞങ്ങളെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. സൈഡാണ് ശരിക്കും പറഞ്ഞാൽ തീരെ വയ്യത് കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് കട്ടയും അല്ലൂട്ടനും അവതരിപ്പിക്കുന്ന എന്തായാലും പറയുക പടക്കം പൊട്ടിക്കൽ. ഇത് എപ്പോഴോ ബാക്കിയുണ്ടായ പടക്കമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ആ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യണത്. ഇത് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അവർക്ക് ചുരിദാറിൻ്റെ 2 പേർക്ക് ഡ്രസ്സാണ് മേടിച്ചത്. ഒരുവിധം എല്ലാവരും ഡ്രസ്സ് തന്നെയാണ് കേട്ടോ മേടിച്ചത്. ഇത് ഞങ്ങളുടെ ഗിഫ്റ്റാണ് കേട്ടോ അവർക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇത് അച്ഛൻ്റെയും അമ്മയുടെയും കേട്ടോ. ഇവിടുത്തെ പാച്ചച്ഛൻ്റെയും ഉഷമ്മേൻ്റെയും ഗിഫ്റ്റാണ് 2 പേർക്കും. അതും ഡ്രസ്സ് തന്നെ കേട്ടോ, എല്ലാവരും ഡ്രസ്സാണ് കേട്ടോ. ഇത് പിന്നെ അപ്പു ആര്യ റീനമ്മ കൊണ്ടുവന്ന ഡ്രസ്സും പിന്നെ ഒരു ഫ്രെയിമും ഉണ്ടായിരുന്നേ. ഇനിയും ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് അൺബോക്സിങ്. പക്ഷേ ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല അപ്പോഴത്തേക്കും കട്ട ബനിയൻ ഇല്ലാതെയായിരുന്നു. അതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യുന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്.